തിരുനാമത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശുവിനെ ക്രൂശിച്ച ശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങളിലെ തിരുവെഴുത്ത് നിവൃത്തിയാകുവണ്ണം യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ പുളിച്ച വീഞ്ഞ് കുടിക്കുവാൻ നൽകി. കുടിച്ച ശേഷം യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞു. എന്താണ് നിവൃത്തിയായത്? ലോകത്തിലേക്ക് യേശു വന്നതിൻ്റെ പരമോന്നതമായ ഉദ്ദേശം 4-ാമത്തെ അധ്യായം 34 പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക തന്നെ എന്ന് പറഞ്ഞു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പിതാവിൻ്റെ ഇഷ്ടമാണ് ഇവിടെ പൂർത്തിയായത്. അത് വെറുതെ അവസാനിക്കുകയായിരുന്നില്ല. ഭൂമിയിൽ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ അല്ലെങ്കിൽ ഏറ്റവും മാതൃകയായ ജീവിതം അവസാനിച്ചു. പിതാക്കന്മാരും പ്രവാചകന്മാരും വിചാരിച്ചിരുന്നതിനേക്കാൾ നിഴലും അടയാളവുമായിരുന്നതിനേക്കാൾ വളരെ ഉന്നതമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു നിറവേറ്റിയത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് ലോകത്തെ അല്ല, എന്നെയും നിന്നെയും അത്രമേൽ അവൻ സ്നേഹിച്ചതുകൊണ്ടാണ്. പ്രിയ സഹോദര സഹോദരി, ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് മുഖം തിരിച്ച് വെളിച്ചത്തെ ഉപേക്ഷിച്ച് ഇരുട്ടിനെ സ്നേഹിച്ച് ഇരുട്ടിനെ സ്വീകരിക്കുവാൻ പോവല്ലേ. കർത്താവ് യേശു ക്രിസ്തു അത്രമാത്രം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കർത്താവ് നാം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.